ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു കല്യാണ ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ബിരിയാണിക്കുള്ള ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു 1/2 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും മല്ലിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. കുറച്ച് മല്ലിപ്പൊടി മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ 1/2 കിലോ ബീഫ് എടുത്തിട്ടുള്ളത്. കൂടുതൽ എടുക്കുമ്പം എല്ലാ അളവും കൂട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ബീഫ് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട. ഒരു 80-90% മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് മസാലയിൽ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ആ ഒരു മസാലയിൽ കിടന്നിട്ട് തന്നെ കുക്കായി കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബിരിയാണിക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള റൈസൊക്കെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഇന്നിപ്പോൾ 2 കപ്പാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ അതൊന്ന് എടുത്ത് അളന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ മസാല ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ബിരിയാണിക്കൊക്കെയുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചൂടായി വന്നാൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുക. അതേ എണ്ണയിലേക്ക് തന്നെ ഇതിപ്പോൾ 2 ഉള്ളിയാണ് എന്നിട്ട് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഞാൻ അടച്ചു വെക്കുന്നിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഉള്ളിയിൽ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇത് 3ഉം കൂടി അരച്ചെടുത്തതാണ് കേട്ടോ. നേരത്തെ ബീഫിൽ ചേർക്കുമ്പോഴും അതിലും പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിലേക്ക് ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. തക്കാളിയിൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഈ ഒരു ബീഫില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ബീഫിൽ കുറച്ച് നീരുണ്ടാവും. അപ്പോൾ അതടക്കം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ ഉണ്ടെങ്കിൽ ചേർക്കണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ആദ്യം ബീഫിലും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ കൂടെ പച്ചമുളകൊക്കെ നല്ലോണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് വേണം ബീഫ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല ഇത് ഫുള്ളി കുക്കായിട്ടല്ല ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് ഇത് കുക്കായി വരുന്നവരെ അടച്ചു വെക്കുക. ഈ ഒരു മസാലയിലൊന്ന് സെറ്റായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ മസാലയിൽ സെറ്റാകുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയും ഗീയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ചെറിയൊരു പീസ് ഉള്ളിയും ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാളന്ന് വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഈ ഒരു എണ്ണയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അളന്ന് വെച്ച വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പം 1 കപ്പ് അരിക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളം ആ ഒരു രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇടയ്ക്ക് ഈ ഒരു മസാല ഒന്ന് ഇളക്കി കൊടുക്കലാണ് കേട്ടോ. ഇതിൻ്റെ ബീഫ് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഗീ റൈസും കൂടെ സെറ്റാകും കേട്ടോ. ഇതാ ബീഫിൽ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ഇതാ ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ, അതിൻ്റെ കുറച്ച് ഭാഗം ദമ്മിടുമ്പം മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതാ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗീ റൈസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മാക്കി എടുക്കലാണ്. ഈ ഒരു റൈസ് ഈ ഒരു മസാലേൻ്റെ മേലത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയില, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ കാഷ്യൂം കൂടി ഫ്രൈ ചെയ്യാനായിരുന്നു, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇനിയിപ്പോൾ അടച്ച് വെക്കുക. ഇതൊന്ന് ദമ്മായിട്ട് എടുക്കുക. ഒരു 10 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബിരിയാണിയിൽ ദമ്മാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ എടുത്ത പാത്രങ്ങളും സംഭവങ്ങളൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതൊക്കെ പണിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ പണിയൊന്നും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടിതാ ഞാനിപ്പോൾ ഈ ഒരു പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. എന്നിട്ട് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് ഈ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്യൽ. പക്ഷേ ഇതെന്നെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് മോശമാവും. ഇത് ഉണ്ടാക്കാൻ എന്താണ്, ഇത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര മടിയാണെങ്കിൽ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ബിരിയാണിൻ്റെ കൂടെയെല്ലാം ഈ ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ടൈമും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊന്ന് മൊത്തത്തിൽ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല, പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ഇതിതാ ഈ ഒരു എന്താ പറയുക ചെറിയൊരു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ബാക്കിയുള്ളത് ഞാനൊന്ന് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുക. നന്നായിട്ട് കവർ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ മോശമാവുമൊന്നും ചെയ്യില്ല. അപ്പോൾ അതങ്ങനെ മാറ്റി വെക്കാം. പിന്നെ ഇതാ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചത് ഞാനൊരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു എന്താ പറയുക ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക, വിനീഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന തന്നെയായിരിക്കും, പക്ഷേ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കട്ടോ. പിന്നെ ഇതിൽ നമുക്കിപ്പോൾ പാർട്ടിയിലെല്ലാം വെക്കുമ്പം ഒരു ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് അനാറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു പൈനാപ്പിൾ സാലഡും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു കല്യാണ ബിരിയാണീൻ്റെ ഒരു ടച്ചെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.